ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഡിസംബർ മാസം കഥ പറയുകയാണ്. കാഴ്ചദ്രവ്യങ്ങളുടെ കഥ പറയുന്നു, കാത്തിരിപ്പിന്റെ കഥ പറയുന്നു, കാവൽക്കാരുടെ കഥ പറയുന്നു, കാലിത്തൊഴുത്തിന്റെ കഥ പറയുന്നു, കാലികളെ മേയിച്ചവരുടെ കഥ പറയുന്നു, കുഞ്ഞിപ്പൈതങ്ങളുടെ കഥ പറയുന്നു. അങ്ങനെ കഥകൾ കൊണ്ട് സമ്പന്നമാണ് ക്രിസ്തുമസ്. ഈ ക്രിസ്മസ് എന്തുകൊണ്ട് ഈ കഥകൾ കൊണ്ട് സമ്പന്നമായെന്ന് ചോദിക്കുമ്പോൾ ഒറ്റയൊരു ഉത്തരമേ ഉള്ളൂ. അത് കർത്താവിന് വേണ്ടിയുള്ള കഥകളായിരുന്നു, കർത്താവിന്റെ ജനനവുമായിട്ടുള്ള കഥകളായിരുന്നു. അതല്ല, ഈ കഥകൾ പറയുന്നതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ക്രിസ്തുമസ് കടന്നു പോവുകയാണ്. ക്രിസ്തുമസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോ കഥാപാത്രങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയപ്പെടുന്നത്. ഒരുപാട് കഥകൾ നൽകിയ, കാര്യങ്ങൾ നൽകിയ, കഥാപാത്രങ്ങളെ നൽകിയ ക്രിസ്തുമസിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ജീവിതത്തെയൊക്കെ ഇത്രയും കൂടെയൊക്കെ കൃതജ്ഞതയോടുകൂടി സ്വീകരിക്കണമെന്നുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്തുമസ് നൽകുക. ക്രിസ്തുമസ് കൃത്രിമമായിട്ട് ജീവിക്കേണ്ട ഒരു തിരുനാളല്ല, മറിച്ച് കൃതജ്ഞതയോടുകൂടി ജീവിക്കേണ്ട ഒരു തിരുനാളായിട്ട് ക്രിസ്തുമസ് മാറുന്നു. സ്വർഗം ഭൂമിയെ ചുംബിച്ച ദിനമാണ് ക്രിസ്തുമസ്. സ്വർഗം ഭൂമിയെ ചുംബിച്ച ദിനമാണ് ക്രിസ്തുമസ്. മലാക്കിയുടെ പുസ്തകത്തില് നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്: ദൈവത്തിന്റെ ക്രോധത്തിൽ നിന്നും മനുഷ്യരെ ദൈവത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാൻ ഏലിയ പ്രവാചകൻ രണ്ടാമതായിട്ട് വരുമെന്ന് വലിയൊരു സന്ദേശമാണ് മലാക്കി പുസ്തകത്തിന്റെ അവസാന താളുകളിലൂടെ നമ്മൾ കണ്ടുമുട്ടുന്നത്. മലാക്കിയുടെ പുസ്തകത്തിന്റെ അവസാന താളുകളിൽ നിന്നും പിന്നീട് മുൻപോട്ട് പോകുമ്പോൾ വലിയൊരു നിശബ്ദതയായിട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. സ്വർഗവും ഭൂമിയും തമ്മിൽ വലിയൊരു നിശബ്ദതയ്ക്ക് വേദിയായിട്ട് മാറുകയാണ്. സംസാരങ്ങളില്ല, സ്വർഗവും ഭൂമിയും തമ്മിൽ യാതൊരു സംസാരവുമില്ല. ഈ നിശബ്ദതയ്ക്ക് നാന്ദി കുറിച്ചുകൊണ്ട്, അവസാനം കുറിച്ചുകൊണ്ട് സക്രിയായുടെ ജീവിതത്തിലേക്ക് ദൈവദൂതൻ ഇടപെടുന്നതായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നു ലൂക്കായുടെ സുവിശേഷത്തിന്റെ ആദ്യ താളുകളിൽ. യോഹന്നാന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യമായിട്ട് ഈ നിശബ്ദത ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായിട്ട് തീരുക. സ്നേഹമുള്ളവരെ, ദൈവം ഒരുക്കി നിർത്തുന്ന വ്യക്തികളൊക്കെ വലിയ കൃപയുടെ വ്യക്തികളാണെന്നുള്ള വലിയൊരു തിരിച്ചറിവ് ഈ ക്രിസ്മസ് രാവ് നമുക്ക് നൽകുന്നുണ്ട്. ദൈവം ഒരുക്കി നിർത്തുന്ന വ്യക്തികളൊക്കെ കൃപകളുടെ മനുഷ്യരാണ്, ദൈവികമായ അനുഭവങ്ങളുടെ മനുഷ്യരാണ്, ദൈവികമായ നിഴലിൽ ജീവിക്കുന്നവരാണെന്നുള്ള വലിയൊരു സത്യമാണ് ക്രിസ്മസ് രാത്രിയിലെയും ക്രിസ്മസ് രാത്രിയുമായി അനുബന്ധിച്ച് നടക്കുന്ന കഥാപാത്രങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത്. ക്രിസ്മസിന്റെ ഈ ഡിസംബർ മാസത്തിന്റെ തുടക്കം മുതലേ നമ്മൾ കണ്ടുമുട്ടുന്ന കഥാപാത്രങ്ങളൊക്കെ എത്ര ശ്രേഷ്ഠമായിട്ടാണ് കർത്താവിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നത്, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നത് എത്ര ശ്രേഷ്ഠമായിട്ടാണ്. സ്നേഹമുള്ളവരെ, ക്രിസ്തുമസ് ഒരുങ്ങി ആഘോഷിച്ച ജീവിതത്തിന്റെ തിരുനാളാണ്. ഒരുങ്ങി ആഘോഷിച്ച ജീവിതത്തിന്റെ തിരുനാളായിട്ട് ക്രിസ്തുമസ് നിൽക്കുമ്പോൾ ഓരോ കഥാപാത്രങ്ങളും ദൈവകൃപ കൊണ്ട് ഒരുക്കപ്പെട്ടു എന്നതാണ് സത്യം. സക്രിയായുടെയും എലിസബത്തിന്റെയും കഥയോടുകൂടി സുവിശേഷം ആരംഭിക്കുമ്പോൾ ഓർക്കുക, അവരെ കുറിച്ച് തിരുവചനം പറഞ്ഞു വെക്കുന്നത് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നവരായിരുന്നു എന്നാണ് പറയുക. ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്ന വൃദ്ധരായിട്ടുള്ള രണ്ട് ദമ്പതിമാരായിരുന്നവർ. സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുക എന്ന് പറഞ്ഞ ദൈവകൃപയിൽ നിൽക്കുന്നവരായിട്ടാണ് അവരെ ചിത്രീകരിക്കുക. നോക്കുക, ദൈവത്തിന്റെ കൃപയിൽ നിലനിൽക്കുന്നവർക്കൊക്കെ ദൈവികമായ കാഴ്ചകൾ ഉണ്ടാകുന്നു, ദൈവികമായ അടയാളങ്ങൾ ദർശിക്കുവാൻ സാധിക്കുന്നു, ദൈവികമായ തിരിച്ചറിവുകൾ ലഭിക്കുന്നു. ഇസ്രായേലിന്റെ ചരിത്രത്തിന്റെ താളുകളിലൊക്കെ ദൈവ അതിവിശുദ്ധ സ്ഥലത്ത് ബലിയർപ്പിക്കുവാൻ പുരോഹിതന് അവസരം കിട്ടുക എന്ന് പറയുന്നത് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് കരുതുക. മലാക്കിയുടെ പുസ്തകത്തിന്റെ അവസാന താളുകളിൽ നിശബ്ദമാക്കപ്പെട്ട സ്വർഗവും ഭൂമിയുമായുള്ള ബന്ധം വീണ്ടും പുനർജനിക്കുന്നത് ഈ സക്രിയായുടെ ദൈവദർശനത്തിന് മുമ്പിലാണ്. സക്രിയായുടെ ദൈവദർശനത്തിന് മുമ്പിൽ സ്വർഗവും ഭൂമിയും തമ്മിൽ വീണ്ടും സംഭാഷണം നടത്തുന്നു. സ്വർഗത്തിൽ നിന്ന് ദൂതൻ സക്രിയായോട് ദൈവത്തിന്റെ വചനം പറയുവാനും ദൈവത്തിന്റെ സദ്വാർത്ത പറയുവാനും ബലിപീഠത്തിന്റെ അരികിലേക്ക് വരും. സ്നേഹമുള്ളവരെ, ദൈവകൃപയിൽ നിൽക്കുന്നവരൊക്കെ
ദൈവികമായ ദർശനങ്ങളിലൂടെ കടന്നു പോകും, ദൈവികമായ സാന്നിധ്യത്തിലൂടെ കടന്നു പോകുമെന്നുള്ള വലിയൊരു തിരിച്ചറിവ് ഈ ക്രിസ്മസ് രാത്രി നമുക്ക് പ്രദാനം ചെയ്യട്ടെ. രണ്ടാമതായിട്ട് എലിസബത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അവളെ കുറിച്ചും പറയുന്നത് അവളും ദൈവകൽപ്പനകൾ പാലിച്ച ഒരു വ്യക്തി എന്നായിരുന്നു. അവള് പറയുന്നുണ്ട്, ആളുകളുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം ദൈവം നീക്കിക്കളഞ്ഞിരിക്കുന്നു. മനുഷ്യർ നിന്നെ അപമാനിതയായിട്ട് ചിത്രീകരിക്കുമ്പോൾ, മനുഷ്യർ നിന്നെ അകറ്റി നിർത്തുമ്പോൾ, മനുഷ്യർ നിന്നെ അവഗണിക്കുമ്പോൾ, ദൈവ കൃപയിൽ നിങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അനുഗ്രഹങ്ങളുടെ അവനാടിയിൽ നിന്ന് ദൈവം നിങ്ങളെ ആശീർവദിക്കുമെന്നുള്ള വലിയൊരു സത്യം എലിസബത്തിന്റെ ജീവിതത്തിലൂടെ നമ്മൾക്ക് കാട്ടിത്തരുകയാണ് ദൈവം. എലിസബത്തിന്റെ അപമാനം ദൈവമായ കർത്താവ് നീക്കിക്കളഞ്ഞിരിക്കുന്നു, അവൾക്കൊരു കുഞ്ഞിനെ നൽകിക്കൊണ്ട്. സ്നേഹമുള്ളവരെ, ദൈവകൃപയിൽ ജീവിക്കുന്നവരുടെ അപമാനങ്ങളൊക്കെ ദൈവം ആശീർവദിച്ച് നീക്കിക്കളയുന്നു. ദൈവം ആശീർവദിച്ച് നീക്കിക്കളയുന്നു. അതുകൊണ്ട് ഈ ക്രിസ്മസ് ദിനത്തിന്റെ രണ്ടാമത്തെ സന്ദേശം എന്ന് പറയുന്നത്, നിന്റെ ജീവിതത്തിന്റെ അപമാനങ്ങൾ, ലോകം നിന്റെ ജീവിതത്തിലെ അടിച്ചമർത്തിയ ചുട്ടികുത്തിയ അപമാനങ്ങളൊക്കെ ദൈവം നീക്കിക്കളയുമെന്നതാണ്. ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ദൈവകൃപയിൽ ജീവിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്ന കഥാപാത്രം എന്ന് പറയുന്നത് പരിശുദ്ധ കന്യകാമറിയമാണ്. അവൾ ദൈവത്തെ സ്വീകരിച്ചത്, ദൈവത്തിന്റെ തിരുക്കുമാരനെ തന്റെ ഉദരത്തിൽ സ്വീകരിച്ചത് ദൈവകൃപ നിറഞ്ഞിട്ടാണ്. മറിയത്തോട് ദൂതൻ പറയുന്നുണ്ട്, ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി. ആ രാത്രിയിൽ ഏതൊരു സ്ത്രീയെക്കാളും വല്ലാതെ ഉലഞ്ഞ ഒരു അസ്വസ്ഥയായ ഒരു ജീവിതമായിരുന്നു മറിയത്തിൻ്റെത്. ദൈവത്തിന്റെ കൃപ നിറഞ്ഞവളാണെന്നുള്ള ബോധ്യം ദൂതൻ അവൾക്ക് കൊടുത്തപ്പോൾ അവൾ അസ്വസ്ഥയായി. ദൈവിക ആശീർവാദം കൊണ്ട് അസ്വസ്ഥരാകുവാൻ ശ്രദ്ധിക്കുക. ലോകത്തിന്റെ അപമാനങ്ങൾ കൊണ്ട് അസ്വസ്ഥരായിട്ട് ജീവിക്കുന്നവർ ഇനിയും ദൈവികമായ ആശീർവാദം കൊണ്ട് അസ്വസ്ഥരാകുവാനുള്ള വലിയൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി മറിയം ദൈവിക കൃപ കൊണ്ട് അസ്വസ്ഥയായിട്ട് മാറിയ ഒരു കന്യകയാണ്. ദൈവിക കൃപ കൊണ്ട് അസ്വസ്ഥയായവളുടെ ജീവിതത്തിൽ ദൈവം വലിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നു. അവളുടെ ജീവിതം ശ്രേഷ്ഠമായിട്ട് തീരുകയാണ്. ദൈവകൃപ നിറഞ്ഞപ്പോൾ ശ്രേഷ്ഠതയുടെ പര്യായമായിട്ട് മറിയം മാറുന്നു. മറിയം ദൈവകൃപ നിറഞ്ഞപ്പോൾ അവൾ രക്ഷകനെ ഉദരത്തിൽ വഹിക്കുവാൻ തക്കവിധം ഉണർവുള്ളവളായിട്ട് മാറി. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. ക്രിസ്മസ് നൽകുന്ന അടുത്ത സന്ദേശം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ദൈവിക കൃപയിൽ അസ്വസ്ഥതയോടുകൂടി ജീവിക്കുക എന്നതാണ്. ലോകത്തിന്റെ അപമാനങ്ങളിൽ അസ്വസ്ഥതയായിട്ട് ജീവിക്കുന്നതിനേക്കാൾ ഉപരി ദൈവിക കൃപയിൽ അസ്വസ്ഥതയായിട്ട് ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നാലാമതായിട്ട് സുവിശേഷം വെച്ച് നീട്ടുന്ന കഥാപാത്രം ജോസഫാണ്. യൗസേ പിതാവ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് സുവിശേഷം പറയുന്ന മനോഹരമായ വചനം, അവൻ നീതിമാനായിരുന്നു. നീതിബോധം, യൗസേപ്പിന്റെ നീതിബോധം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ദൂതന്റെ വചനം കേൾക്കുന്നതിന് മുമ്പേ അവൻ ചിന്തിച്ചിരുന്നു, അവൻ ആരെയും അപമാനിതരാക്കുവാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. തിരുവചനം പറയുന്നു, അവൻ ആരെയും അപമാനിതമാക്കുവാൻ ഇഷ്ടപ്പെടാൻ മറിയത്തെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ദൂതൻ അവന് പ്രത്യക്ഷപ്പെടുന്നത്. നോക്കുക, നീതിമാനെന്ന ഒറ്റ ടൈറ്റിൽ കൊണ്ട് വലിയ വലിയ ചിന്തകളിലേക്ക് ദൈവജനത്തിന്റെ മനസ്സിനെ അടുപ്പിക്കുന്ന ജോസഫ് പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരം: ആരെയും നിന്റെ ജീവിതം കൊണ്ട് നീ അപമാനിതമാക്കരുത്. ആരും നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ തലകുനിക്കപ്പെടരുത്. ആരും നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ കണ്ണുനീർ വീഴ്ത്തരുത്. ആരുടെയും ജീവിതത്തെ നീ വഴിതെറ്റിക്കരുത്. സ്നേഹമുള്ളവരെ, ജോസഫ് നീതിമാനായിട്ട് ഈ ക്രിസ്മസിന്റെ ദിനരാത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒറ്റ ഒരു കാര്യം കൊണ്ടാണ്. അവൻ ആരുടെയും കണ്ണുനീര് വീഴ്ത്തുവാൻ ആരെയും അനുവദിച്ചിട്ടില്ല. അവൻ അവന്റെ ജീവിതം കൊണ്ട് ആർക്കും ഒരു ഉതപ്പ് കൊടുത്തിട്ടില്ല. അവൻ ജാഗ്രതയുള്ള മനുഷ്യരായിട്ട് നിലകൊള്ളുന്നു, ഉണർവോടെ നിലകൊള്ളുന്നു. ഉണർന്നു നിൽക്കുന്ന ഉത്തരവാദിത്വത്തെ ഉണർവോട് തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രദ്ധിച്ചവനാണ് ജോസഫ്. ഉണർന്ന ഉത്തരവാദിത്തത്തെ ഉണർവോട് തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രദ്ധിച്ചവനാണ് ജോസഫ്.
അതുകൊണ്ട് അവൻ കാവൽക്കാരനായിട്ട് അമ്മയ്ക്കും കുഞ്ഞിനും ഒപ്പം നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കണം ഈ ഔസേപ്പിന്റെ മാധ്യസ്ഥത്തിന് വേണ്ടിയൊക്കെ. കാരണം ഉണർവുള്ള മനുഷ്യനാണ്, ജാഗ്രതയുള്ള മനുഷ്യനാണ്, ജീവനുള്ള മനുഷ്യനാണ്. അവൻ ജാഗ്രതയോടുകൂടെ നിശബ്ദതയിൽ നിന്നാണ് അവൻ ഇതെല്ലാം ജീവിതത്തിൽ നേടിയെടുക്കുന്നത്. വലിയൊരു നിശബ്ദതയാണ് ഓരോ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, പ്രത്യേക ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. വലിയൊരു നിശബ്ദതയാണ്. ലോകത്തിന്റെ ചരിത്ര താളുകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ കൊട്ടാരങ്ങളിൽ ജനിച്ചവരെയൊക്കെ ലോകം മറന്നുപോയിട്ടുണ്ട്. എന്നാൽ കാലിത്തൊഴുത്തിൽ ജനിച്ചവനെ ഇന്നും ഓരോ വർഷവും ഓരോ ദിനവും ഓരോ മണിക്കൂറും ദൈവജനം ഓർത്തെടുക്കുന്നു, ലോകം ഓർത്തെടുക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, അവന്റെ ആ ജനനം ആരെയും അസ്വസ്ഥരാക്കിയിട്ടില്ല. ദൈവികമായ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ആരെയും അത് അസ്വസ്ഥമാക്കിയിട്ടില്ല. എല്ലാവരുടെ നിശബ്ദതയ്ക്ക് നിറം പകർന്ന ഒരു ജനനമായിരുന്നു ക്രിസ്തുവിന്റെ ആ രാത്രിയിലെ ജനനം. അതുകൊണ്ട് ഈ നിമിഷം ക്രിസ്തുമസ് രാത്രി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിന് മുമ്പിലെ കൈ കൂപ്പിയ കരങ്ങളുമായിട്ട് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, യൗസേ പിതാവ് നിശബ്ദതയോടുകൂടി വലിയ ജീവിതത്തെ വലിയ നിറക്കൂട്ടുകളായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. വലിയ നിശബ്ദതയോടുകൂടി സ്വീകരിച്ചവന് ലോകവും ദൈവവും കൊടുത്ത വചനത്തിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് നീതിമാൻ എന്ന ടൈറ്റിൽ. അവൻ ആരെയും അപമാനിതനാക്കിയിട്ടില്ല, അവൻ ആരുടെയും കണ്ണുനീർ വീഴ്ത്തിയിട്ടില്ല. അതുകൊണ്ട് യൗസേപ്പിന്റെ ആ സന്ദേശം ഉൾക്കൊള്ളുവാൻ തക്കവിധം മനസ്സിനെ ഒന്ന് തുറക്കുവാൻ ശ്രദ്ധിക്കുക. വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നത് ഹെറോദേസ് ആണ്. ഹെറോദേസ് എന്ന് പറയുന്ന വ്യക്തിത്വത്തെ ദൈവം അവസരം കൊടുത്തിട്ടും അവഗണിച്ച വ്യക്തിത്വമായിട്ടാണ് സുവിശേഷം ചിത്രീകരിക്കുന്നത്. അവസരങ്ങൾ കൊടുത്തിട്ടും അവസരങ്ങളെ അവഗണിച്ച വ്യക്തിത്വമായിട്ട് ഹെറോദേസ് ഈ ക്രിസ്തുമസ് രാത്രി നിൽക്കുന്നുണ്ട്. കാരണം എന്താണ്? ജ്ഞാനികളിലൂടെ അവന് വ്യക്തമായ ധാരണ ദൈവം കൊടുത്തു. ഇസ്രായേലിനെ ഭരിക്കുവാനുള്ളവൻ ജനിക്കേണ്ട ഇടം, അവനെ ആരാധിക്കുവാനുള്ള അവസരം കൊടുത്തു. എന്നിട്ടും അവൻ അവഗണിച്ചു. അപ്പോൾ ദൈവം അവനെ അകറ്റി നിർത്തി. അവസരം കൊടുത്തിട്ടും അവഗണിക്കുന്നവരെ ദൈവം അകറ്റി നിർത്തും. അവരുടെ ജീവിതത്തിന്റെ അകത്തളങ്ങളെ ഇരുട്ടാക്കി മാറ്റും. ഇവിടെ ഹെറോദേസ് തന്നെ ഇരുട്ടിലേക്ക് നടത്തുകയാണ്. ദൈവം അവസരം കൊടുത്തിട്ടും തിരിച്ചറിയുവാൻ കഴിയാത്ത വിധത്തിലുള്ള ജീവിത അനുഭവമായിട്ട് കടന്നു പോകുന്ന ഹെറോദേസ് ജീവിതത്തിൽ നമുക്കൊരു വലിയ ഗുണപാഠമാണ്. ദൈവം അവസരം തരുന്നു. ആ അവസരങ്ങളെ അംഗീകരിക്കുമ്പോൾ അനുഗ്രഹമായിട്ടും ആശീർവാദമായിട്ടും നിന്റെ ജീവിതം മാറുമെന്നുള്ള വലിയൊരു തിരിച്ചറിവ് ഹെറോദേസ് തരുന്നുണ്ട്. വീണ്ടും പൂജരാജാക്കന്മാരെ ഒന്ന് ശ്രദ്ധിക്കണം. ജ്ഞാനികൾ കിഴക്ക് നിന്ന് വന്നെന്നാണ് തിരുവചനം പറയുക. ജ്ഞാനികൾ ചിന്തയുള്ള മനുഷ്യരാണ്, വിജ്ഞാനത്തിന്റെ ജീവിതം നയിക്കുന്നവരാണ്. നോക്കുക, ദൈവപുത്രന് വേണ്ടി, എല്ലാ അറിവിന്റെയും കേന്ദ്രമായ ദൈവപുത്രന് വേണ്ടി സ്വന്തം ചിന്തകളെ മാറ്റിവെച്ചുകൊണ്ട് ആരാധനയുടെ ജീവിതവുമായിട്ട് കടന്നു വരുന്ന പൂജരാജാക്കന്മാരെ സുവിശേഷം ചിത്രീകരിക്കുന്നു. ചിന്തയുടെ തലങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ആരാധനയുടെ തലങ്ങളെ എടുത്തു വെച്ച് എല്ലാം അറിയുന്നവന്റെ അടുത്ത് വന്ന് കുമ്പിട്ട് നിൽക്കുന്ന പൂജരാജാക്കന്മാർ പഠിപ്പിക്കുന്നത്, ഇനി ക്രിസ്തുമസ് ആഘോഷമാകണമെങ്കിൽ നിന്റെ ചിന്തകളെ നീ മാറ്റിവെക്കുക. നിന്റെ ചിന്തകളെ നീ മാറ്റിവെച്ചിട്ട് നിനക്ക് വേണ്ടത് കൂപ്പിയ കരങ്ങളുമായിട്ട് നിൽക്കുന്ന ആരാധനയുടെ മനോഭാവമാണ്. കൂപ്പിയ കരങ്ങളുമായിട്ട് നിൽക്കുന്ന ആരാധനയുടെ മനോഭാവമായിട്ടേ നീ പുൽക്കൂടിനെ സമീപിക്കാവൂ. എങ്കിലേ നിന്റെ കാഴ്ചകൾ സ്വീകരിക്കപ്പെടത്തുള്ളൂ. അവർ വെച്ചു നീട്ടുന്ന കാഴ്ചദ്രവ്യങ്ങൾ പൊന്നും മീറയും കുന്തിരിക്കവും അവർ കാഴ്ച പാത്രങ്ങൾ തുറന്ന് കാഴ്ചവെച്ചെന്നാണ് പറയുക. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ തമ്പുരാനാണ് എന്റെ സർവസ്വവും എന്ന് തിരിച്ചറിയുന്നവന്റെയൊക്കെ കാഴ്ചകൾക്കൊക്കെ വലിയ വിലപിടിപ്പുണ്ട്. അവന്റെ കാഴ്ചയൊക്കെ ദൈവം സ്വീകരിക്കുന്നത് അവന്റെ ബോധ്യത്തിൽ നിന്നാണ് കാഴ്ചകൾ സമർപ്പിക്കുന്നത്. എന്റെ ജീവിതവും എന്റെ അറിവും എന്റെ ബലവും ഒന്നുമല്ലെന്ന് തിരിച്ചറിഞ്ഞ രാജാക്കന്മാർ പൂർണ്ണമായിട്ടും കാഴ്ചവെക്കുവാൻ തയ്യാറായപ്പോൾ അവരുടെ കാഴ്ചകൾ ദൈവം സ്വീകരിക്കുവാൻ തയ്യാറായി. അതുകൊണ്ട് പൂജ്യരാജാക്കന്മാർക്കുണ്ടായിരുന്ന ഈ ഒരു മനോഭാവം നമുക്കുണ്ടാകുവാൻ പരിശ്രമിക്കാം. ജീവിതത്തിലെ ചിന്തകളുടെയും അറിവിന്റെയും തലങ്ങളൊക്കെ
ജീവിതത്തിൽ ക്രിസ്തുവിന്റെ മുമ്പിൽ മാറ്റിവെച്ചുകൊണ്ട് ആരാധനയുടെ കൂപ്പുകരങ്ങളുമായിട്ട് നിൽക്കുമ്പോഴൊക്കെയാണ് നമുക്ക് ക്രിസ്തുവിനെ ആരാധിക്കുവാനും ക്രിസ്തുവിന് വേണ്ടി കാഴ്ചകൾ അർപ്പിക്കുവാനുള്ള ഒരു മനോധൈര്യം ലഭിക്കുകയുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ ധ്യാനിക്കേണ്ട കഥാപാത്രം എന്ന് പറയുന്നത് ഇടയന്മാർ തന്നെയാണ്. ഇടറിപ്പോകാത്ത ഇടയന്മാരുടെ സാന്നിധ്യത്തെയൊക്കെ വല്ലപ്പോഴുമൊക്കെ ധ്യാനിക്കുന്നത് നല്ലതാണ്. കാരണം സ്വന്തം ജീവൻ കൊടുത്തു പോലും ദൈവം തങ്ങളെ ഏൽപ്പിച്ച ആട്ടിൻപറ്റത്തെ സംരക്ഷിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്വമാണ് ഓരോ ഇടയനുമുള്ളത്. സ്വന്തം ജീവിതം പോലും പണയം വെച്ച് വന്യമൃഗങ്ങളിൽ നിന്നും മറ്റ് അതിസ്വാഭാവികമായ ശക്തികളിൽ നിന്നുമൊക്കെ തങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ആട്ടിൻപറ്റങ്ങളെ സംരക്ഷിക്കുക എന്നത് ഇടയന്റെ ധർമ്മമാണ്, ഉത്തരവാദിത്തമാണ്. ദൈവം കൊടുത്ത ഉത്തരവാദിത്തത്തെ ഉണർവോടുകൂടി ജീവിതത്തിൽ കണ്ടപ്പോൾ ഇടയന്മാർക്ക് ലഭിച്ചത് ഉണർത്തുന്ന ചിന്തയായിരുന്നു. ദൈവം കൊടുത്ത ഉണർവ് അവരെ വലിയൊരു ഉത്തരവാദിത്വം നിറഞ്ഞ ചിന്തയിലേക്കും ഉണർത്തുപാട്ടിലേക്കും ഒക്കെ നയിക്കുന്നതായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. മാലാഖമാര് അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പാടുമ്പോൾ ഇടയന്മാർ ഉണർന്നിരുന്നുവെന്നാണ് പറയുന്നത്. ഉറങ്ങാതിരുന്ന ഇടയന്മാർക്ക് ദൈവിക സന്ദേശങ്ങളൊക്കെ ലഭിക്കത്തുള്ളൂ. ഇത് ക്രിസ്മസിന്റെ ഏറ്റവും മനോഹരമായ സന്ദേശങ്ങളിൽ ഒന്നാണ്. നിന്റെ ജീവിതത്തിൽ ദൈവ ഉത്തരവാദിത്തങ്ങൾ നൽകുന്നുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങളെയൊക്കെ ഉണർവോടുകൂടി നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമഹത്വം നിറഞ്ഞ ഗാനങ്ങളും ജീവിതങ്ങളും കാണുവാനും കേൾക്കുവാനും അനുഭവിക്കുവാനും അനുഗ്രഹമായിട്ട് സ്വീകരിക്കുവാനും ഒക്കെ നിനക്ക് സാധിക്കും. അതുകൊണ്ട് ഇടയന്മാരുടെ ആ സാന്നിധ്യത്തെ അടർത്തിക്കളയാതിരിക്കുക. ജീവിതത്തിൽ നിന്ന് ഉണർവോടുകൂടി, ജീവിതത്തിൽ തന്ന ഉത്തരവാദിത്തങ്ങളോടുകൂടി ഉണർവോടുകൂടി ജീവിതത്തെ സ്വീകരിക്കുവാൻ നമുക്കുമൊക്കെ തയ്യാറാക്കണം. അടുത്തതായിട്ട് മറ്റൊന്നുമല്ല, സ്വർഗം പാടിയ സന്ദേശം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. സ്നേഹമുള്ളവരെ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവർക്കൊക്കെ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കുവാൻ സാധിക്കുമെന്നുള്ള വലിയൊരു സന്ദേശമാണ് സ്വർഗം പാടിത്തീർത്തത്. സ്വർഗം പാടിത്തീർത്തത് മറ്റൊന്നുമല്ല, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ജീവിതങ്ങൾക്കൊക്കെ വലിയ സമാധാനം അനുഭവിക്കുവാൻ സാധിക്കും. ക്രിസ്മസിന്റെ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഡിസംബർ മാസത്തിന്റെ ഓരോ ദിനങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഒരുപാട് സന്ദർശനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ സന്ദർശനങ്ങളൊക്കെ എല്ലാം ദൈവിക അനുഭവം നിറഞ്ഞവരുടെ ജീവിതത്തിലാണ് സന്ദർശനങ്ങളൊക്കെ ലഭിക്കുന്നത്. ദൈവത്തെ കൂട്ടുപിടിച്ചവരുടെ ജീവിതത്തിലാണ് സന്ദർശനങ്ങളൊക്കെ ലഭിക്കുന്നത്. ദൈവ കൃപയിൽ ജീവിക്കുന്നവരുടെ ജീവിതത്തിലാണ് സന്ദേശങ്ങളൊക്കെ ലഭിക്കുന്നത്, സന്ദർശനങ്ങൾ ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ സന്ദേശങ്ങളും സന്ദർശനങ്ങളും ഒക്കെ ജീവിതത്തിന്റെ സ്വത്തായിട്ട് സ്വീകരിക്കുക, സ്വന്തമായിട്ട് സ്വീകരിക്കുക. അപ്പോഴൊക്കെ നിന്റെ പുൽക്കൂട്ടിലും ഉണ്ണി പിറക്കും, നിന്റെ പുൽക്കൂട്ടിലും ഉണ്ണി പിറക്കും. വീണ്ടും കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകളെ കുറിച്ച് ക്രിസ്തുമസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരുവന്റെ നേരെ വാതില് കൊട്ടിയടച്ചു എന്ന് പറഞ്ഞാൽ അവരനെ ജീവിതത്തിൽ നിന്ന് തന്നെ അകറ്റി നിർത്തുന്നുവെന്നാണ് സത്യം. സത്രത്തിൽ അവർക്ക് സ്ഥലം കിട്ടിയില്ല, ആരും അവർക്ക് വാതില് തുറന്നു കൊടുത്തില്ല. ഒരുപാട് വാതിലുകൾ അവർക്ക് നേരെ കൊട്ടിയടയ്ക്കപ്പെട്ടു. കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകളൊക്കെ പറഞ്ഞു വെക്കുന്നത് ജീവിതത്തിൽ നിന്ന് തന്നെ അടർത്തി മാറ്റുന്ന അനുഭവത്തെ കുറിച്ചാണ്. എത്രയോ പ്രാവശ്യം നിന്റെ ജീവിതത്തിന്റെ മുമ്പിലും നിന്റെ ജീവിതത്തിന്റെ പരിസരങ്ങളിലും ദൈവവും ദൈവ സാന്നിധ്യങ്ങളും മുട്ടിവിളിച്ചിട്ടുണ്ട്. എന്നിട്ടും അത് തിരിച്ചറിയാതെ കൊട്ടിയടച്ചിട്ടുണ്ട് നീയും ഞാനുമൊക്കെ എന്ന് പറയുന്നത് ഇത്തിരി കണ്ണുനീർ പൊഴിക്കുന്ന, വേദന ചിന്തുന്ന അനുഭവങ്ങളല്ലേ. അതുകൊണ്ട് ജീവിതത്തിൽ ഇനി മുതൽ ആരെയും കൊട്ടിയകറ്റാതെയും കൊട്ടിയടയ്ക്കാതെയും ജീവിക്കുക. ആരെയും ജീവിതത്തിൽ നിന്ന് കൊട്ടിയകറ്റരുത്. കാരണം എല്ലാവരുടെയും ഉള്ളിൽ ഒരു ക്രിസ്തു രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ക്രിസ്തുമസ് എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഒരു ക്രിസ്തുവിനെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അവന്റെ ജീവിതത്തിന് നേരെ നീ വാതിൽ കൊട്ടിയടയ്ക്കുമ്പോൾ അവന്റെ ഹൃദയത്തിലെ ക്രിസ്തു സാന്നിധ്യത്തിന് നേരെയാണ് നീ നിന്റെ ജീവിതത്തെ അടച്ചു കളയുന്നത്. അടച്ചു കളഞ്ഞാൽ വീണ്ടും തുറന്നു തരുവാനും ബുദ്ധിമുട്ടാണ്. അടച്ചാൽ വീണ്ടും തുറക്കുവാൻ ഇത്തിരി പാടാണ്. അതുകൊണ്ട് തുറന്നിടുക ഹൃദയവിശുദ്ധിയോടുകൂടി. സുവിശേഷം പറയുന്നത് പോലെ ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും.
ഈ ക്രിസ്തുമസ് ഹൃദയവിശുദ്ധിയുടെ സങ്കീർത്തനത്തിൽ നിന്നും ആലപിക്കുമ്പോൾ അവർ ദൈവസ്തുതികൾ ഉരുവിടുന്നുവെന്നുള്ള സത്യം മനസ്സിലാക്കുക. വീണ്ടും നമ്മൾ കഥാപാത്രങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ വഴികാട്ടുന്ന നക്ഷത്രത്തെ നമ്മൾ മറക്കരുത്. വഴികാട്ടുന്ന നക്ഷത്രത്തെ മറക്കരുത്. കാരണം അത് കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികൾക്ക് ദീർഘദൂരം വഴികാട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ വഴിയാത്രയ്ക്കിടയിൽ എവിടെയൊക്കെയോ വഴിതെറ്റിക്കുന്ന കൊട്ടാരങ്ങൾ ഉയർന്നപ്പോൾ അവർ ആ നക്ഷത്രത്തെ മറന്നുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. എങ്കിലും തിരിച്ചു വരുവാൻ അവർ തയ്യാറായി. ജീവിതത്തിന്റെ പാതയിൽ ക്രിസ്തുവിനെ അന്വേഷിച്ചിറങ്ങുന്നവരുടെ പാതയിൽ, ക്രിസ്തുവിനെ ഹൃദയത്തിന് സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ പാതയിലൊക്കെ വഴിതെറ്റിക്കുന്ന കൊട്ടാരങ്ങൾ ഉയർന്നിരിക്കും. വഴിതെറ്റിക്കുന്ന കൊട്ടാരങ്ങൾ ഉയർന്നിരിക്കുമ്പോഴും അതിൽ കയറിയാലും അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പുറത്തേക്ക് വരുവാനുള്ള ഒരു ചങ്കുറ്റം കാണിക്കണമെന്നുള്ള ക്രിസ്തുമസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുമസ് ഓർമ്മിപ്പിക്കുകയാണ് വഴിതെറ്റിക്കുന്ന കൊട്ടാരങ്ങളിൽ നിന്ന് പുറത്തു കിടക്കുവാനുള്ള ഒരു ഉൾവിളിയും വെല്ലുവിളിയും ജീവിതത്തിൽ സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ ഈ ക്രിസ്മസ് നിന്നെ യഥാർത്ഥ ലക്ഷ്യത്തിൽ എത്തിച്ചേർക്കുകയുള്ളൂ. വലിയ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ വഴികാട്ടിയായി ദൈവം പലരെയും നിയോഗിക്കും. വലിയ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ, വലിയ ലക്ഷ്യം കാണുവാനും കേൾക്കുവാനും അനുഭവിച്ചറിയുവാനും വേണ്ടി നിങ്ങളും ഞാനുമൊക്കെ തയ്യാറെടുക്കുമ്പോൾ ദൈവം ഇടപെട്ട് വലിയ അടയാളങ്ങൾ വഴികാട്ടിയാക്കി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകും. ആ വഴികാട്ടികളെ നിങ്ങൾ മടക്കി അയക്കരുത്. ആ വഴികാട്ടികളെ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തരുത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, ദൈവം ഈ നാളിതുവരെ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയ എല്ലാ വഴികാട്ടികളെയും നന്ദിയോടുകൂടി ഓർക്കണം. എല്ലാം വഴിവിളക്കിനെയും നന്ദിയോടി ഓർക്കണം. ക്രിസ്തുമസ് കൃത്രിമം നിറഞ്ഞ ആഘോഷമല്ല, മറിച്ച് കൃതജ്ഞത നിറഞ്ഞ ആഘോഷമാണ്. ഒരുപാട് വഴിവിളക്കുകൾ, ജാലങ്ങളൊക്കെ തുറന്നിട്ടും കത്തിച്ചുമൊക്കെ ആഘോഷിക്കപ്പെടുമ്പോഴും ഓർക്കണം, നമ്മൾ ആരുടെയെങ്കിലും ജീവിതത്തിലെ നക്ഷത്രങ്ങളെ തല്ലിക്കെടുത്തിയിട്ടുണ്ടോ, ആരുടെയെങ്കിലും ഒക്കെ ജീവിതത്തിലെ തിരികളെ കെടുത്തി കളഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഓർക്കണം. കാരണം ഇത് പ്രകാശത്തിന്റെ തിരുനാളാണ്. ഇത് പ്രകാശത്തിന്റെ തിരുനാളാണ്. ആരുടെയും ജീവിതത്തിലെ ദീപങ്ങളെ നിങ്ങൾ കെടുത്തിക്കളയരുത്. ആരുടെയും വഴികളെ നിങ്ങൾ അടച്ചു കളയരുത്. ആരുടെയും കാഴ്ചകളെ നിങ്ങൾ തട്ടിമറയ്ക്കരുത്. എല്ലാവരും ഉണർവോടുകൂടി നിൽക്കട്ടെ. ഈ ക്രിസ്തുമസ് സ്വർഗം ഭൂമിയെ ചുംബിച്ച ദിനമാണെന്ന് മറക്കരുത്. സ്വർഗം ഭൂമിയെ ചുംബിച്ച ദിനമാണ്. വലിയൊരു നിശബ്ദതയ്ക്ക് ശേഷം സ്വർഗം ഭൂമിയെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. സ്വർഗം ഭൂമിയെ ചുംബിക്കുന്നു. ഈ ചുംബനത്തിന്റെ ചൂടും ചടുലതയും ഒക്കെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ. ദൈവസ്നേഹം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ ഈ പാതിരാവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഉണ്ണിയുടെ ചെറുപുഞ്ചിരിയുടെ മുമ്പിൽ എല്ലാം മറന്നുകൊണ്ട് ധ്യാനിക്കുമ്പോൾ, ലാളിത്യം നിറഞ്ഞ ജീവിതത്തിന് വേണ്ടി ദാഹിക്കുമ്പോൾ പ്രാർത്ഥിക്കുക. ഒരുപാട് കഥാപാത്രങ്ങൾ ഇന്ന് ക്രിസ്തുമസിന്റെ നടുമുറ്റത്ത് നിന്നുകൊണ്ട് നമ്മളെ ഒത്തിരിയും കൂടിയൊക്കെ ചിന്തിപ്പിക്കുന്നുണ്ട്. ഓരോ കഥാപാത്രങ്ങൾക്കും ദൈവത്തിലേക്ക് അടുക്കുവാനും ദൈവികാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടാനുമുള്ള ദൈവം നൽകിയ വഴികാട്ടികളാണെന്നുള്ള വലിയൊരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏവർക്കും ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.